എല്ലാ വിചാരവും സങ്കടകാര്യങ്ങൾ നിങ്ങളെ ഉൾക്കണ്ട എല്ലാം വിട്ടിട്ട് എല്ലാം മറന്നു കളാം, ഒന്നുമില്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളാം. എന്നിട്ട് ഇരിക്കണം. നമുക്കൊരു ബോധം ഉണ്ടാകണം. എപ്പോഴും ഒരു ബോധ്യമാണ്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ്, എൻ്റെ ദൈവത്തെക്കൊണ്ട് എല്ലാം സാധ്യമാണ്. എൻ്റെ ദൈവം ഞാൻ അനുഭവിക്കുന്നതും ഞാൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യവും ദൈവം അറിയുന്നു. ഞാനിത് ദുരിതമായിട്ട് കാണുന്നതെല്ലാം ഒരു കാലത്ത് ഇത് ദൈവം എനിക്ക് തന്നെ വെളിപ്പെടുത്തി തരും. അത് എൻ്റെ നന്മയ്ക്കായിരുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റും. നമുക്കിന്ന് തോന്നുന്ന ഏറ്റവും മോശമായിട്ടുള്ളത്, ഞാൻ കടന്നു പോകുന്ന ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം എൻ്റെ പ്രതികൂലമാണ്. അത് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, അത് കുറച്ച് കാലം കഴിയുമ്പോൾ ആ കാലങ്ങളെല്ലാം എൻ്റെ അനുകൂലമായിരുന്നു. ദൈവമായിട്ട് അടുക്കാനായിരുന്നു, ദൈവമായിട്ട് സ്വന്തമാകാനായിരുന്നു. അതാ ഉടമ്പടി. നമ്മളൊരു കുടുംബമാണ്, ദൈവത്തിൻ്റെ സ്വന്തം കുടുംബം. ഒരേ കുടുംബമാകുന്നവരാണ് പഴയ നിയമത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഉടമ്പടി ചെയ്തിട്ടുള്ളവരെല്ലാം. ദൈവത്തിൻ്റെ സ്വന്തമാക്കാനാണ്, സംരക്ഷണം നൽകാനും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനും. ദൈവം എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് വിളിക്കുന്നത് വാങ്ങിക്കാമെന്നില്ല. നിങ്ങളായിരുന്ന ആരാധന വാങ്ങിക്കാനോ പ്രാർത്ഥന വാങ്ങിക്കാനോ ദൈവത്തിനെ മഹത്വപ്പെടുത്താനോ അതില്ല. ദൈവത്തിൻ്റെ മുമ്പിലുള്ളപ്പോഴാണ് ദൈവത്തിന് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ സാധിക്കൂ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ സാധിക്കുള്ളൂ. ഇല്ലാതെ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന് വലിയ ലാഭം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയില്ല ചെയ്യുന്നത്. നമ്മൾ വന്ന് കുറേ ഉപവസിച്ചും കുറേ പ്രാർത്ഥിച്ചും കുറേ കൊന്ത ചൊല്ലിയും ദൈവത്തിനെന്തോ നമ്മൾ സമ്പാദിച്ചു കൊടുക്കുന്നതില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഉള്ളപ്പോഴാണ് ദൈവത്തിനെ നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുള്ളൂ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ദൈവം ചില സഹനങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കണം, നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തിൽ വരാൻ. നിങ്ങളെ ദ്രോഹിക്കാനോ കഷ്ടപ്പെടുത്താനോ ഇല്ല. കുറേ ദിവസമായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്നത് നമ്മ തന്നെയാണ് തടസ്സം. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ നമ്മളാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ അടുത്ത് വരാതിരിക്കും. അടുത്ത് വരുമ്പോഴത്തേക്ക് ദൈവം ആ പ്ലാന്, ദൈവത്തിനൊരു പദ്ധതി വെച്ചിട്ടുണ്ട്, അത് അപ്പോൾ നടപ്പിലാക്കും. അതിനാണ് നിങ്ങളെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. സങ്കീർത്തനം 105:3 പറയുന്നത്, നമ്മൾ എപ്പോഴും സന്തോഷിക്കേണ്ടത് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ളത് വിചാരം എപ്പോഴും ഉണ്ടാവണം. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. സംശയം പിശാചാണ് തരുന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ ഞാൻ സ്വന്തമില്ലല്ലോ എന്നൊക്കെ തോന്നിക്കുന്നത്. എപ്പോഴും ആ ഒരു വിചാരം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്, ഭാഗ്യമാണ്. നമ്മളെ ദൈവം കൂടുതൽ സ്വന്തമാക്കാൻ, ഒരേ കുടുംബമാക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇല്ലാതെ ആ നിയോഗമൊക്കെ മറന്നുകളാം. അതൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നത്. സ്വന്തമാകണം, ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കണം. അത്രയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ചെറിയ കുട്ടികൾക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെയാണ് നിയോഗമൊക്കെ. കളിപ്പാട്ടം കാണിക്കുമ്പോഴത്തേക്ക് ദൈവത്തോട് അച്ഛനമ്മമാരോട് കൊച്ച് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഓടി അടുത്ത് എത്താൻ വേണ്ടിയിട്ട് കളിപ്പാട്ടം കാണിക്കുമല്ലോ. നമ്മളുടെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ സമ്മാനം. നീ എന്തൊക്കെ ചോദിച്ചാലും അതൊക്കെ ചെറുതാണ്. ദൈവത്തെ ചോദിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലുത്. അത് ദൈവം ആഗ്രഹിക്കുന്നതും അതാണ്. നമ്മളെ പ്രവൃത്തി, ദൈവം സന്തോഷിക്കുന്നത് എന്താണ്? ദൈവം സന്തോഷിക്കുന്ന പ്രവൃത്തി. നീ 100,000 കൊന്ത ചൊല്ലുന്നതിലില്ല ദൈവം സന്തോഷിക്കുന്നത്. അതേപോലെ ഉപവസിക്കുന്നതിനേക്കാളൊക്കെ സന്തോഷിക്കുന്നത് യോഹന്നാൻ 6:28 ഏതേത് പ്രവൃത്തിയാണ് പിതാവ് സന്തോഷിക്കുന്നതെന്ന് ശിഷ്യന്മാർ ഈശോടുത്ത് ചോദിക്കുമ്പോൾ ഈശോ പറയും, അവൻ അയച്ചവനിൽ വിശ്വസിക്കുക.
ഈശോയിൽ വിശ്വസിക്കുന്നതിലാണ് ദൈവം സന്തോഷിക്കണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവനെ അറിയണം. അറിയണമെന്ന് പറഞ്ഞാൽ വിശ്വാസവും അറിയണവും ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവനെ സ്നേഹിക്കുന്നതിലാണ് ദൈവം സന്തോഷിക്കുന്നത്. ഈശോനെ സ്നേഹിക്കണം. ദൈവം സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവനെ അറിഞ്ഞ് സ്നേഹിക്കണം. എനിക്ക് നീ മാത്രം മതി ഈശോയെ, നീ മാത്രം മതി. എൻ്റെ സ്നേഹിക്കുന്ന എങ്ങനെയാണ്? സ്നേഹിക്കുന്നവനെ പോലെ നമ്മളമായി തീരണം. അതെപ്പോഴും ദൈവത്തോട് ചോദിക്കണം. നിന്നെപ്പോലെ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, നിന്നെപ്പോലെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല ദൈവമേ ഈശോയെ. നിന്നെപ്പോലെ ക്ഷമയോടെ അതേപോലെ സഹനത്തെ നിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എപ്പോഴും എനിക്ക് കരച്ചിലും പെരുവിരുപ്പുമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം എപ്പോഴും പറയുന്നത്, ദൈവവചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യേണ്ടത്. യെശയ്യാ 66:2 ആത്മാവിൽ എളിമയും അനുതാപവും പിന്നെ ഭയത്തോടെയാണ് ദൈവവചനം പാലിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്താലും അതിൽ 3 കാര്യം ഉണ്ടാകണം ദൈവസ്നേഹമായിട്ട് മാറാൻ. അതിൽ ആത്മാവിൽ എളിമ, അനുതാപം, പിന്നെ ഭയം. പ്രൈസ് ദി ലോർഡ്. ഭയമെന്ന് വെച്ചാൽ ദൈവം വടിയെടുത്ത് അടിക്കൊന്നുമില്ല. എളിമ എങ്ങനെയാണ്? ആത്മാവിലെ എളിമയാകുന്നത് എങ്ങനെയാണ്? അതെല്ലാം ഒരു ബോധ്യമാണ്. ആത്മാവിൻ്റെ എളിമയെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മുകളിൽ ഒരു അധികാരവും ഇല്ല, എൻ്റെ ഉടമസ്ഥൻ എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കാനുള്ള, അതുകൊണ്ട് സ്വന്തം മറന്നുകൊണ്ട് കുരിശെടുത്തുകൊണ്ട് എൻ്റെ അടുത്തിൽ വരിക. നിന്നെക്കുറിച്ച് ഓർക്കാതെ ഇരിക്കുക. ഞാൻ എപ്പോഴാണ് ഓർക്കുന്നത്? ഞാൻ എൻ്റെയാണ്, എനിക്കുള്ളത് എൻ്റെയാണ്, ഞാൻ. അതെല്ലാമാണ് നമ്മളെക്കുറിച്ചുള്ള വിചാരം. ഞാൻ അങ്ങനെ തന്നെ എൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുത്തിരിക്കുക. ഇതാ നിൻ്റെ ദാസി അമ്മ പറഞ്ഞതുപോലെ. പ്രൈസ് ദി ലോർഡ്. അത് ആത്മാവിൽ എളിമപ്പെടുക. ആ ഒരു വിചാരം വേണം. ഈ വചനം കേൾക്കുമ്പോഴും വചനം അനുസരിക്കുമ്പോഴും തന്നെ അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അത് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അവൻ പറയുന്നത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരാളെ ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. ആരെങ്കിലും നമ്മളെ വഞ്ചിച്ചാലോ പറ്റിച്ചാലോ ചതിച്ചാലോ അവനെ ക്ഷമിക്കാനോ, അതുപോലെ നിൻ്റെ ശത്രുവിന് വേണ്ടി നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അനുഗ്രഹിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അവൻ പറയുന്നത് ചെയ്യാൻ സാധിക്കാത്തത് ആത്മാവിൽ എളിമയില്ലാത്തതാണ്. ഞാനൊന്നുമില്ല, എനിക്കൊരു ചോദ്യമില്ല, നോ ക്ലെയിം. എന്നെക്കുറിച്ച് എനിക്കൊരു ക്ലെയിമില്ല, അധികാരമില്ല. ഞാൻ ദൈവത്തിൻ്റെ ആണ്. ഉടമ്പടി എടുക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ ആയിത്തീരെയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിലെ എളിമ, അനുതാപമാണ് ദൈവമായിട്ട് അടുക്കുക. എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ പോകുമ്പോൾ എനിക്ക് യോഗ്യതയില്ലെന്ന് നമ്മളെ മനസ്സുകൊണ്ട് ഹൃദയം കറയണം. എനിക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ല, ഞാൻ പാപിയാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോ പാവങ്ങളെ ഏറ്റുപറയുന്നതാണ്. ഞാൻ ദൈവത്തിനെതിരെയാണ് പാവം ചെയ്തിരിക്കുന്നത്. നീ നിൻ്റെ സഹോദരനോട് നുണ പറയുമ്പോൾ, ഇല്ല അവനെ ചതിക്കുമ്പോൾ, അവനെ വഞ്ചിക്കുമ്പോൾ, അവനെ ചീത്ത വിളിക്കുമ്പോൾ, അവനെ വിധിക്കുമ്പോൾ, ഞാൻ ആർക്കെതിരെയാണ് പാപം ചെയ്യുന്നത്? ദൈവത്തിനെതിരെയാണ്. കാര്യം എന്താണെന്ന്, അത് പാപം എപ്പോഴായത്? ദൈവം പറഞ്ഞത് ചെയ്യരുത്, നീ നുണ പറയരുത്, ചതിക്കരുത്, വിധിക്കരുതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഈശോ അത് പറയാതിരുന്നേച്ചെങ്കിൽ അത് പാപമായിരുന്നില്ല. ഈശോ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പാപമില്ല. പക്ഷെ ഈശോ പറഞ്ഞ് അതുകൊണ്ട് അത് പാപമായത്. ആർക്കെതിരെയാണ്? പിതാവേ, നിനക്കെതിരെ ഞാൻ പാപം ചെയ്തു പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് പിന്നെ ആത്മാവിലെ ഭയം എന്താണ്? ദൈവഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ളൊരു ബോധ്യം. ഞാൻ ചെയ്യുന്നത് പ്രവൃത്തിയെല്ലാം എൻ്റെ മനസ്സ്, എൻ്റെ ദൈവം വായിച്ചെടുക്കുന്നു, ദൈവം അറിയുന്നു. ഞാൻ പ്രവർത്തിക്കുന്നതെല്ലാം ഉത്തരം ഞാൻ ദൈവത്തോട് പറയേണ്ടി വരും. ദൈവം എന്നോട് മാത്രമാണ് ഈ വചനം സംസാരിക്കുന്നത്. എൻ്റെ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ അയൽക്കാരനോടോ ഇല്ല, എന്നോടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാനാണ് പാലിക്കേണ്ടത്. അതിന് ഭയം വേണം.
അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം സന്തോഷിക്കും. അങ്ങനെയുള്ള മക്കളെ കാണുമ്പോൾ ദൈവത്തിന് സന്തോഷമാണ്. എൻ്റെ മകളാണ്, എൻ്റെ മകനാണെന്ന് നമ്മൾ എപ്പോഴും ദൈവത്തെ സന്തോഷിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം സന്തോഷിക്കുന്നത് ഇതാണ് എന്ന് വെച്ചാൽ ആത്മാവിലെ എളിമയും അനുതാപവും, ഭയത്തോട് നീ വചനം അനുസരിക്കണം. വചനം എന്തുകൊണ്ടാണ്? ഈ വചനം അനുസരിക്കുന്നവരാണ് ദൈവത്തെ, യേശുവിനെ സ്നേഹിക്കുന്നത്. യോഹന്നാൻ 14:15 എൻ്റെ വചനം ആരനുസരിക്കുന്നു അവനാണ് എന്നെ സ്നേഹിക്കുക. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ദൈവം സന്തോഷിക്കണം. ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ. നമുക്കിതെല്ലാം കേട്ടിട്ടുണ്ടാവും, കുറേ വായിച്ചിട്ടുള്ളതിലേക്ക് എന്നൊക്കെ തോന്നും. പക്ഷേ ഇതെല്ലാം വായിച്ച് കളയും പിശാച്. നമുക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കും, പക്ഷേ അത് ഹൃദയത്തിൽ കാണില്ല. ഹൃദയത്തിൽ അപ്പോൾ ഇങ്ങനെ വചനം കേൾക്കുമ്പോൾ ആ വിശ്വാസം ഉണ്ടാകുന്ന, അപ്പോൾ അത് സ്നേഹം, അങ്ങനെയാണ് സ്നേഹം ഉണ്ടാകുക. വചനം പാലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നമ്മൾ യേശുവിനെ സ്നേഹിക്കുക. യോഹന്നാൻ 14:15 എൻ്റെ വചനം പാലിക്കുന്നവർ എന്നെ സ്നേഹിക്കും. ആ സ്നേഹിക്കാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. അവൻ അയച്ചവനെ സ്നേഹിക്കുക, ഈശോയെ സ്നേഹിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞതിൽ വിശ്വസിക്കുക. നമ്മൾ ഇത് ഈ ദൈവവചനം പാലിക്കുമ്പോൾ, അതനുസരിക്കുമ്പോഴാണ് അത് സ്നേഹമായി മാറുന്നത്. അതനുസരിക്കാത്തപ്പോൾ അത് പാപമായി മാറും. പ്രൈസ് ദി ലോർഡ്. പാപം എന്താണ്? ദൈവവചനത്തിന് എതിരെ പ്രവർത്തിക്കുന്നതെല്ലാം പാപമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പാലിക്കുമ്പോൾ അത് ദൈവ സ്നേഹമായി മാറും, ദൈവത്തിൻ്റെ സന്തോഷമായി മാറും, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അകത്ത് വരും. ദൈവമാണ് ഇത്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തെ പാലിക്കുമ്പോൾ നമ്മളെ രാജ്യം ചെയ്യുന്നത്, നമ്മളുടെ നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും. അതാണ് ദൈവരാജ്യം. ദൈവം രാജ്യം ചെയ്യണം. ഈ ലോകത്ത് 2 രാജ്യമുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ രാജ്യമാണ്. അവിടെ ദൈവമാണ് രാജാവ്, നമ്മ പ്രജയാണ്. ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവം നിന്നെ കൺട്രോൾ ചെയ്യും. ദൈവമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അത് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. അതിനാണ് ദൈവം പറഞ്ഞത് മാർക്ക് 1:15 സമയം പൂർത്തിയായി, ദൈവരാജ്യം അടുത്തിരിക്കുകയാണ്, അനുദപിച്ച് നീ അകത്തേക്ക് വാ, സുവിശേഷത്തിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവരാജ്യം തന്നെയാണ്. ദൈവം ജീവിച്ചിരിക്കുകയാണ്. നമ്മളെ കൂടെ ദൈവമുണ്ട്. നമ്മൾ ദൈവരാജ്യത്തിലാണെന്നുള്ളതാണ് സുവിശേഷം. ദൈവമാണ് നിന്നെ രാജ്യം ചെയ്യാൻ പോണത്. നിൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ ഇല്ല. പക്ഷേ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ബൗണ്ടറി തെറ്റിച്ച് അങ്ങോട്ട് പോകും, സാത്താൻ്റെ രാജ്യത്തിലേക്ക് പോകും. സാത്താൻ്റെ രാജ്യമുണ്ടെന്ന് ഈശോ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താൻ്റെ രാജ്യം നമുക്ക് പുറമേ ഇരുന്ന് കാണാൻ ഭയങ്കര സന്തോഷമായിരിക്കും. എല്ലാ പാപത്തിലും ഒരു ചെറിയ സന്തോഷം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ചൂണ്ടയിൽ ചെറിയ മീൻ പുഴുവിനെ ഇട്ട് വയ്ക്കുന്ന പോലെ അവൻ സാത്താൻ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുക. ഞാൻ അതിലേക്ക് ചാടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാത്താൻ അവൻ നുണയനും ചതിയനും, അതേപോലെ അവൻ ചതിയനാണ്, നുണയനാണ്, നശിപ്പിക്കുന്നവനാണ്, അതേപോലെ കൊല്ലുന്നവനാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ സാത്താൻ്റെ രാജ്യത്തിൽ പോകുമ്പോഴാണ് നമുക്ക് ഈ സങ്കടങ്ങളുണ്ടാകുക, നമുക്ക് ഉയർച്ച ഉണ്ടാകില്ല. നശിപ്പിക്കുന്നവനാണ്. പിന്നെ അതിൽ ജീവിതത്തിൽ ഒരു സത്യം ഉണ്ടാകില്ല, നുണയായിരിക്കും. എന്ത് നോക്കിയാലും ഇന്ന് നല്ല ദിവസമായിരിക്കും നമ്മൾ വിചാരിക്കും, പക്ഷേ അന്നായിരിക്കും പ്രശ്നം. കുടുംബത്തിൽ വലിയ പ്രശ്നം, പ്രതീക്ഷിക്കാതെ വലിയ വഴക്കും പ്രശ്നവും എല്ലാം കൊണ്ട് ഈ മാസം കൊള്ളാമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അവസാനത്തെ മാസം മക്കൾക്ക് അസുഖം, ഇല്ല നിങ്ങൾക്ക് അസുഖം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒന്നും പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പോകില്ല. എന്തെങ്കിലുമൊക്കെ ദുരിതം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ശ്രദ്ധിക്കണം. സാത്താൻ്റെ രാജ്യത്തെ കൊണ്ടിട്ട് അവനാ രാജ്യം ചെയ്യണം. അവൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മായി പോകുന്നത്. റോമ 7:19 അതിൻ്റെ സംഭവം എന്താണെന്ന്, ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നന്മ ചെയ്താൽ പലവർക്കും സംഭവിക്കുന്നത്, നിങ്ങൾ ലോകരാജ്യത്തിലാണ്, സാത്താൻ്റെ രാജ്യത്തിലാണ്, അവൻ്റെ പിടിയിലാണ്, ദൈവരാജ്യത്തിലാണെന്ന് എങ്ങനെ മനസ്സിലാകുമെന്ന് വെച്ചാൽ നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. റോമ 7:19-20 നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹിക്കുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യരുതെന്ന് നമ്മ
തിന്മ ഒരിക്കലും ചെയ്യരുതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് തന്നെ നമ്മൾ ചെയ്യുകയും ചെയ്യും. അത് നമ്മൾ പാവമുള്ളത് കൊണ്ടാണ്. അത് ശ്രദ്ധിക്കണത്. ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമുക്കെല്ലാം സംഭവിക്കുന്നത്, ഇന്ന് ഒരു ചീത്തവാക്ക് പോലെ എൻ്റെ വയറിന്ന് വരരുത്, ഞാൻ ആരെയും വിധിക്കരുത്, കളവ് പറയരുത്, പിരിവിറുക്കരുത്, സന്തോഷമായിരിക്കണം, സങ്കടപ്പെടരുത്, കുറ്റം പറയരുത്, വഴക്കിടരുത് എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. അതെല്ലാം തിന്മയാണ്. പക്ഷെ അതെല്ലാം നമ്മൾ ചെയ്തു പോകും. അതെല്ലാം ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് ആഗ്രഹത്തിനെതിരെ തന്നെ ആ തിന്മയെല്ലാം നമ്മൾ ചെയ്യുകയും ചെയ്യും. കുറ്റം പറയും. 4 പേരെ കാണുമ്പോഴത്തേക്കും ഒരാളെ കുറ്റം പറയും. ഇന്ന് തീരുമാനിച്ചിട്ട് പോകും, ഞമ്മന്ന് സംസാരിച്ച് ധ്യാനം കേട്ട് ഒക്കെ തീരുമാനിക്കും. ഉടമ്പടിയിലാണ് ഞാൻ ഈ തെറ്റൊന്നും ചെയ്യരുത്, ആരെയും കുറ്റപ്പെടുത്തരുത്, ഇല്ല തിന്മ ചെയ്യരുത്, ആരെയും പറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ, ഇന്ന് മോശമായ റീൽസ് കാണരുത്, മൊബൈൽ കാണരുത്, എല്ലാം നമുക്ക് ആഗ്രഹമുണ്ട്. മദ്യപിക്കരുത്, ഈ കൂടരുത് എന്നൊക്കെ ആഗ്രഹമുണ്ടാകും. പക്ഷേ അതെല്ലാം ചെയ്യുകയും ചെയ്യും. അതകത്ത് പാപം കിടക്കുന്ന കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ കാരണം, ഈ പാപം കിടക്കുന്ന എന്തുകൊണ്ടാണ്? വചനം പാലിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്, ക്ഷമിക്കാൻ സാധിക്കാത്തതുകൊണ്ട്, വിധിക്കാതെ ഇരിക്കാൻ വിധിക്കുന്നതുകൊണ്ടാണ്. വിധിക്കരുതെന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് വിധിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെയൊക്കെ കാരണം സങ്കീർത്തനം, ഞാൻ പറയണം, ശ്രദ്ധിച്ച് കേൾക്കണം. കുറേ കാരണമുണ്ട്, ഞാൻ 2 എണ്ണം ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 106:25. നീ പിറുപിറുക്കുമ്പോൾ നിനക്ക് ദൈവവചനം കേൾക്കാനും അനുസരിക്കാനും സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. നമ്മളൊരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നാൽ മതി. നാവിനെ ശ്രദ്ധിച്ചേച്ചാൽ മതി. പിറുവിരുത്തുകൊണ്ടിരിക്കും, വെറുതെ പിറുവിരുക്കും. ഹല്ലേലൂയ. നെഗറ്റീവ് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് ശ്രദ്ധിക്കണം. ഞാൻ ഒരു 10 മിനിറ്റിൽ ഞാൻ നിർത്തും. ഒന്ന് ഇത് ശ്രദ്ധിക്കുക. ഇത് സാത്താൻ ആഗ്രഹിക്കാൻ നിങ്ങൾ ഇത് കേൾക്കരുതെന്ന്. ഉടമ്പടി എടുക്കുന്നവർക്കുള്ള കുഴപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഉടമ്പടി എടുത്തിട്ട് എനിക്കൊരു അനുഭവം കിട്ടണമല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ അന്ന് വാക്ക് 1 മണിക്കൂറിൻ്റെ അകത്ത് നിങ്ങൾ സംസാരിക്കണമെന്നൊക്കെ ഒന്ന് ഓർത്ത് എഴുതി വെച്ച് നോക്കുക. അതിൽ പിറുവിരുപ്പുണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും സംസാരം. എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ, നീയാണിത്, എനിക്ക് വയ്യ, എനിക്ക് കൈവേദന, കാലുവേദന, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ഭയങ്കര ക്ഷീണമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ വീട് ഇങ്ങനെ, ഈ സ്ഥലം നശിഞ്ഞ സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മൾ അറിയാതെ, ഇതൊക്കെ ട്രാപ്പാണ്, ചതിക്കുഴിയാണ്. പിശാച് ഇത് ചതിയിൽ നിങ്ങളെ പെടുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സാഹചര്യം നിങ്ങളെ മനസ്സിൽ കൊണ്ടുവന്ന് തരും. പിശാച് ചെയ്യുന്ന, അവൻ്റെ രാജ്യത്തേക്ക് ആളെ ആവശ്യമുണ്ട്. നിങ്ങൾ ഉടമ്പടി പോകുമ്പോഴത്തേക്കും, പ്രാർത്ഥനയിൽ പോകുമ്പോഴത്തേക്കും അവനിക്ക് പേടിയാണ്. ഇവിടെ വിട്ട് അങ്ങോട്ട് പോയി, എനിക്ക് ആളില്ല. രാജ്യത്തിൽ ആളില്ലെങ്കിൽ അവിടെ ശക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് പിറുപിറുപ്പാണ്. പിറുപിറുക്കുമ്പോഴത്തേക്കും ഇതെന്താ കാര്യമെന്ന്, നിങ്ങൾക്ക് ദൈവം അയക്കുന്ന അനുഗ്രഹങ്ങൾ തടസ്സപ്പെടും. സംഖ്യയുടെ പുസ്തകത്തിൽ 14-ാം അധ്യായം 1 തൊട്ട് 5 വരെ നോക്കുമ്പോഴത്തേക്കും, ഈ ഈജിപ്റ്റ് തൊട്ട് കാനാദേശത്തേക്കുള്ള യാത്രാ ദൂരം, ബസ്സിൽ പോയാൽ കാലത്ത് പോയാൽ വൈകുന്നേരത്താം, 1 ആഴ്ച നടന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. 1 ആഴ്ചയിൽ അവർക്ക് വാഗ്ദാനങ്ങൾ ലഭിക്കുമായിരുന്നു. വാഗ്ദാനം, ദൈവം തന്ന വാഗ്ദാനങ്ങൾ ലഭിക്കാൻ 1 ആഴ്ച മതിയായിരുന്നു. അവർ പ്രാർത്ഥിച്ച് നടന്നു പോയാൽ മതിയായിരുന്നു. അത് 40 കൊല്ലം എടുത്ത്. യാത്ര തുടങ്ങിയവരില്ല അവിടെ എത്തിയത്. അതിൽ പലവരും വഴി വെച്ച് മരിച്ച്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദാനങ്ങൾ നമുക്ക് തടസ്സപ്പെടുന്നത് പിറുപിറുത്ത് കൊണ്ടാണ്. ഇസ്രായേൽ മക്കൾക്ക് എപ്പോഴും കുറ്റം പറച്ചിലും, മോശയോട് ദൈവത്തെക്കുറിച്ച് കുറ്റം പറച്ചിൽ, ജീവിതത്തെക്കുറിച്ച് കുറ്റം പറച്ചിൽ. എനിക്ക് പഴയ ജീവിതം തന്നെ മതിയായിരുന്നു, ഞങ്ങൾക്ക് എന്തിനാ ഈ പ്രാർത്ഥന, അതിനെ നമുക്ക് തോന്നും. ഭർത്താവ് വഴക്കിടുമ്പോഴത്തേക്കും അത് അഹങ്കാരം കാണിക്കുക, ഭർത്താവിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ബൈബിൾ വായിക്കുക, സാത്താനത് തോന്നിപ്പിക്കുക, അയാളെ കുറച്ചുകൂടി പ്രലോഭനത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഹൃദയത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ അരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും സമയം ഒക്കെ അവർക്ക് പ്രലോഭനം ഉണ്ടാകാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്പം തന്നെ പോയി, പിന്നെ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തടസ്സപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അത് ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് ഭർത്താവിനെക്കുറിച്ച് കുറ്റം, അമ്മായിയമ്മയെക്കുറിച്ച് കുറ്റം. അപ്പോഴത്തേക്ക് ദൈവ വാഗ്ദാനങ്ങൾ 8500 വാഗ്ദാനങ്ങളാണ് ദൈവം നമുക്ക് ഈ ബൈബിളിൽ തന്നിരിക്കുന്നത്. അതിൽ ഈ ജീവിക്കാൻ ഈ ലോകത്ത് ആരെക്കാളും സന്തോഷമായിട്ടും
ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കാം. പക്ഷെ അതെല്ലാം നമുക്ക് ലഭിക്കാതിരിക്കുന്നത് ദൈവ വാഗ്ദാനങ്ങൾ ഇതുപോലെ 40 കൊല്ലം എടുത്ത് ജീവിതം തീർന്നു പോകും. അതവിടെ വഴി തങ്ങി നിൽക്കുക. അത് നമുക്ക് വാഗ്ദാനം നമ്മളേക്ക് എത്തുന്നില്ല. ഇസ്രായേൽ മക്കൾക്ക് ഈ താമസിച്ച പോലെ നിങ്ങൾ ഈ പെരുവിരുത്ത് ജീവിതം അങ്ങോട്ട് നശിപ്പിക്കുക. ദൈവം ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ വന്ന് ഉടമ്പടിയും എടുത്ത് ഇവിടെ കുറേ നിയോഗം എഴുതി വെച്ച്, ആ നിയോഗം മാത്രമല്ല, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക, ദൈവത്തിൻ്റെ സ്വന്തമാകുക, ദൈവരാജ്യത്തിലേക്ക് കിടക്കുക. സാത്താനായിട്ടുള്ളൊരു യുദ്ധമാണ് ഈ ജീവിതം. നിങ്ങളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിതം. ഉടമ്പടി എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ രാജ്യമായിട്ട് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ബലഹീനതയിലേക്ക് പോവുക. യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് ബലം വേണ്ടേ? നിങ്ങൾ അവിടെ പിറുവിറുത്തുകൊണ്ടിരിക്കുക, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് കൊള്ളില്ല, ഞാനിങ്ങനെ ആയിപ്പോയി, എനിക്ക് ക്യാൻസർ വന്ന്. നമ്മുടെ ആത്മാവിലേക്ക് ക്യാൻസർ വന്നിട്ടില്ല, വരാനും സാധിക്കില്ല. ഇസ് ലോർഡ്. ലൂക്ക 12:4 ഈശോ പറയണത്, നിങ്ങൾ പേടിക്കേണ്ടത് ശരീരത്തെ കൊല്ലുന്നവനെ ഇല്ല, ആത്മാവിനെയും ശരീരത്തിനെയും. അവനിക്ക് ആത്മാവിനെ കൊല്ലാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യമില്ലാത്തതിനെയൊക്കെ വെച്ച് പെരുവിറുത്ത എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി, അങ്ങനെയായി ഇങ്ങനെയായി. അതിലെല്ലാത്തിനും നന്ദി പറയുക. എളിമപ്പെടാമെന്ന് പറഞ്ഞാൽ നിനക്ക് വിളമ്പിയിരിക്കുന്നത് ഭക്ഷിക്കുക. എളിമ അതാണ്. എനിക്കൊന്നിനും ചോദ്യം ചോദിക്കാൻ അധികാരമില്ല. എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ എടുത്തിരുന്ന എനിക്ക് വരുന്നത്, നിനക്ക് വിളമ്പപ്പെട്ടിരിക്കുന്ന, നമ്മളൊക്കെ ചെയ്യുന്നത്, നിൻ്റെ പാത്രത്തിൽ എന്ത് വിളമ്പപ്പെട്ടിരിക്കുന്നതോ അത് കഴിക്കുക, അതിന് നന്ദിയോടെ ഏറ്റെടുക്കുക. നമ്മളെ പാത്രം അങ്ങോട്ട് തട്ടിക്കളഞ്ഞിട്ട് നമ്മളൊക്കെ ചെയ്യണം. ലൂക്ക 10:8 നിനക്ക് വിളമ്പിയിരിക്കുന്നത് ഏത് ഭർത്താവാണോ, ഏത് ജോലിയാണോ, ഏത് രോഗമാണോ, അതെല്ലാം ദൈവം വിളമ്പിയിരിക്കുക. അതിലൊക്കെ കാരണം ദൈവമഹത്വം ഉണ്ടാവും. നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മൾ മറ്റുള്ളവരുടെ പാത്രമാണ് നോക്കുന്നത്. എനിക്ക് ഈ പാത്രത്തിൽ വിളമ്പിയ ഭക്ഷണം പറ്റില്ല, എനിക്കത് വേണം. പ്രൈസ് ദി ലോർഡ്. അത് ഫുഡ് പോയ്സണിങ് ആവുന്നതിനൊക്കെ ചിലപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദഹനം ഉണ്ടാകില്ല, അത് വേറെ രോഗത്തിലേക്ക് മാറും, അത് വിഷമായിട്ട് മാറും ചിലപ്പോൾ. ദൈവത്തിനറിയാം നീ ഇപ്പോൾ 1 വയസ്സുള്ള കൊച്ചെന്താ കഴിക്കേണ്ടത്, 10 വയസ്സെന്താ കൊച്ച് കഴിക്കേണ്ടത്, രോഗമുള്ളപ്പോൾ എന്താ കഴിക്കേണ്ടത്, ഇത് ഏതാണ് നിനക്ക് ശരീരത്തിന് നല്ലതെന്ന് ദൈവത്തിനറിയാം. അതാണ് ദൈവം നൽകിയിരിക്കുന്നത്. നിനക്ക് ചിലപ്പോൾ ഭവനം തന്നിട്ടുണ്ടാകില്ല, പാടവീട് മതി ഇപ്പോൾ നിനക്ക്. പ്രൈസ് ദി ലോർഡ്. നിനക്കെന്തെങ്കിലും കുറവുകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് വിളമ്പി വെച്ചിരിക്കുക. ആ കുറവെല്ലാം ദൈവകൃപ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ആ കുറവുള്ള സ്ഥലങ്ങളെല്ലാം ദൈവം താമസിക്കാനുള്ള സ്ഥലമായിട്ടാണ് വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അനുഭവത്തിലാണ് പറയണം. ഞാൻ പലവരെയും കണ്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ദൈവമായിട്ട് കുസ്തി പിടിച്ച് യുദ്ധം പിടിച്ച് വലിയ ബംഗ്ലാവൊക്കെ വാങ്ങിക്കും, വീട് വയ്ക്കും, കടം വാങ്ങിച്ച് അത് വാങ്ങിച്ച് ഇത് വാങ്ങിച്ച് വയ്ക്കും. പണ്ട് വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള ഉറക്കം, അവിടെ ഉറക്കം കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഡോക്ടറെ പോയി കണ്ട്, പിന്നെ പ്രശ്നമായി, അത് വഴക്കായി. ഒരു റൂമിൽ മുകളിൽ ഭാര്യ ഉണ്ടാവും, അപ്പുറത്ത് ഭർത്താവും ഉണ്ടാവും, തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. കുടുംബ പ്രാർത്ഥന പണ്ടുണ്ടായി, ഒരു മുറി താമസിച്ചിരുന്നപ്പോൾ. ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ടേബിൾ നിറയെ ഭക്ഷണമുണ്ട്, ജോലിക്കാരുണ്ട്, വിശപ്പില്ല. പ്രൈസ് ദി ലോർഡ്. സമയമില്ല, ഒരുമിച്ചിരുന്ന് കഴിക്കില്ല. 4 പേരുണ്ടെങ്കിൽ 4 സമയത്താണ് കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിനക്ക് വിളമ്പപ്പെട്ടിരിക്കുന്നതിൽ നന്ദി പറയുക. ദൈവത്തിനറിയാം, ദൈവം സാഡിസ്റ്റില്ല. നിൻ്റെ ജീവിതത്തിൽ നീ സങ്കടപ്പെടണം, നീ കഷ്ടപ്പെട്ടോ, ഇവിടെ ഇരുന്ന് ഇവർ നന്നായിരുന്നോട്ടെ, അതില്ല. നിൻ്റെ സന്തോഷം ദൈവത്തിൽ കണ്ടാൽ മതി. ദൈവം കൂടെ ഉണ്ടായാൽ മാത്രം മതി. പുറത്തുള്ള സാഹചര്യങ്ങൾ നീ നോക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നിൻ്റെ കുറവുകളിലും നിൻ്റെ വീട്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സന്തോഷമെന്ന് വെച്ചാൽ എന്താ? നിത്യമായുള്ള സന്തോഷം നമ്മളെ ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. സന്തോഷം ദൈവത്തിലാണ് കാണേണ്ടത്. നിൻ്റെ വീട്, നീ പുറത്തു പോയിട്ട് വരുമ്പോഴത്തേക്ക് വീട് കത്തി എരിയുക, തീ. അവിടെ ഫയർ സർവീസും ആൾക്കാരും കൂടെയാണ്. നീ അപ്പുറത്ത് നിന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അയ്യേ, അവരെന്തിനാണ് പറയണം? നീ എൻ്റെ അടുത്ത് ഇരിക്കുകയല്ലേ. പ്രൈസ് ദി ലോർഡ്. ആ വീട് കത്തിപ്പോയിക്കോട്ടെ. ഞാൻ റോട്ടി കിടന്നാൽ നീ റോട്ടി കിടക്കേണ്ടി വരും ദൈവമേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ നീയല്ലേ ഉള്ളത്.
പണത്തിനെയാണ് ദൈവമായിട്ട് കണ്ട്, അവിടെ ഇരിക്കുന്ന വസ്തുവിനാണ് ദൈവമായിട്ട് കണ്ടേച്ചെങ്കിൽ സങ്കടപ്പെടേണ്ട കാര്യമുണ്ട്. ഉടമ്പടി എടുക്കുന്ന മക്കൾ ഇത് ശ്രദ്ധിക്കണം. നീ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് നിൻ്റെ ദൈവത്തിന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. മത്തായി, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദൈവവചനം ഈ പെരുവരുപ്പ് വലിയൊരു പ്രശ്നമാണ്. മത്തായി 12:36 ഈശോ പറഞ്ഞത്, നീ വ്യർത്ഥമായ വാക്കുകൾ സംസാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. വ്യർത്ഥ വാക്കുകൾ, അത് ഉടമ്പടി എടുക്കുന്ന മക്കളെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ബേസിക്സാണ്. സംസാരം നീ മനസ്സിലാക്കണം. എപ്പോഴും നിനക്കൊരു മുദ്ര ഉണ്ടാകണം, ഞാൻ ഉടമ്പടിയിലാണ്. ഹല്ലേലൂയ. വ്യർത്ഥ വാക്കുകൾ സംസാരിക്കരുത്. ആ വാക്കുകൾ കൊണ്ട് തന്നെ നീ വിധിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാം ഈ വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. വിധിക്കപ്പെടുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തേക്ക് രാജ്യത്തിലേക്ക് പോയി. സാത്താൻ ചെയ്യുന്നതാ, നിന്നെക്കൊണ്ട് വ്യർത്ഥ വാക്കുകൾ പറയിപ്പിക്കുക. ആരെങ്കിലും കൊണ്ട് നീ ഫോൺ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ, കൂട്ടുകാരിയായിട്ട് ഫോൺ സംസാരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും കുറച്ച് കുറ്റം പറയും, നീ വ്യർത്ഥ വാക്കുകൾ പറയും. അവർ സന്തോഷിച്ചോട്ടു എന്ന് പറഞ്ഞിട്ട് അവരെക്കുറിച്ച് 2 കുറ്റം നീ കൂടുതൽ അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് പ്രശ്നമായി. ഹല്ലേലൂയ. അപ്പോൾ നീ ഇവിടുത്തെ സിറ്റിസണായി, ഇവിടുത്തെ പാസ്പോർട്ട് അങ്ങോട്ട് ക്യാൻസലായി, ദൈവരാജ്യത്തിൻ്റെ ക്യാൻസലായി, നീ അങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് ആ രാജ്യത്തേക്ക് തന്നെ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ദൈവരാജ്യത്തിലാണ്. ദൈവമാണ് എന്നെ രാജ്യം ചെയ്യുന്നത്, ദൈവമാണ് എന്നെ ഭരിക്കുന്നത് ദൈവമായിരിക്കണം. സാത്താനില്ല ഭരിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിന് ഈ വാക്കുകൾ കുറയ്ക്കാൻ, വ്യർത്ഥ വാക്കുകളും പെരുവെറുപ്പ് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. നമ്മൾ സാത്താൻ്റെ രാജ്യത്തിലായിരിക്കും, ലോകരാജ്യത്തിലേക്ക് പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിനാണ് മത്തായി, ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യമാണ് പറഞ്ഞു തന്നാൽ. അത് അങ്ങോട്ട് 1 മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. പറ്റിയില്ലെങ്കിൽ വിട്ടുകളാ. പ്രൈസ് ദി ലോർഡ്. പറ്റും. അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് കിട്ടും, ഞാൻ ഉറപ്പ് പറയാം. കുറേ പരീക്ഷകളുണ്ടാകും, പക്ഷെ അതിലെല്ലാം നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷനാണ്. നിങ്ങളുടെ ജീവിതം മാറിപ്പോവും, ഞാൻ ഉറപ്പ് പറയാം. ജീവിതം തന്നെ മാറിപ്പോവും. നിങ്ങളറിയാതെ സമാധാനവും സന്തോഷവും ഹൃദയത്തിൽ നിറയും. പ്രൈസ് ദി ലോർഡ്. അറിയാതെ സന്തോഷങ്ങൾ എപ്പോഴും നിറഞ്ഞിരിക്കും. മത്തായി 5:5 ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലാണ് ഈ സാത്താൻ്റെ രാജ്യം. അവിടെ നമുക്ക് അവകാശമില്ല. ആരാ അവകാശം ആരാ? സാത്താനാണ് ഭരിക്കുന്നത്. അത് നിങ്ങൾ അവകാശമാക്കും. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇപ്പം നിങ്ങളുടെ ആണോ സാത്താൻ്റെ ആണോയെന്ന് നിങ്ങൾ തീരുമാനിക്കണം. നമ്മളുടെ വീടിൻ്റെ ഭരണം ദൈവമാണോ പിശാചാണോ? പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾ അവകാശമാക്കണം, നമ്മളുടെ പേരിലേക്ക് തിരിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ശാന്തശീലർ എങ്ങനെയാണ് ശാന്തശീലരാകുന്നത്? പ്രൈസ് ദി ലോർഡ്. അത് പ്രഭാഷകൻ 2-ാം അധ്യായം 2, 3, 4. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ശാന്തത വയ്ക്കുക. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ശാന്തരായിരിക്കും, മിണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കെന്തെങ്കിലും സഹനം വന്നോട്ടെ. അടുത്തത് 4, ഈ പ്രഭാഷകൻ 2:4, എനിക്ക് സഹനമോ ഇല്ല, എൻ്റെ ജീവിതത്തിൽ അപമാനമോ വന്നോട്ടെ, ഞാൻ മിണ്ടില്ലെന്ന് വെച്ചാൽ മിണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. മിണ്ടില്ല. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഒരു സീറ്റിൽ ഇരിക്കുക, നമ്മൾ പോകുമ്പോഴത്തേക്ക് ഓർത്താൻ എനിക്ക് എന്ന് പറയാം, ഞാൻ റിസർവേഷനിലാണ്, ഇത് ശീലിച്ച് നോക്കണം കേട്ടോ. ഞാൻ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് കണ്ട. പക്ഷെ നിങ്ങൾക്ക് അവൻ പറയുകയാണ് എണിച്ചോ അല്ലെങ്കിൽ അടിക്കും കേട്ടോ എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ വലിയ പ്രശ്നമാണ്. അയാൾ എണിക്കാൻ പറഞ്ഞാൽ എണിച്ച് ശാന്തശീലർ. ഞാൻ ഇത് കാര്യം എന്താണെന്നറിയാമോ? ഇത് ഇങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അന്യായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുമ്പോൾ എഫേസ്യർ 6:12 എപ്പോഴും എഴുതി വെച്ച് ഓർക്കണം. നിൻ്റെ യുദ്ധം മാംസത്തോടോ രക്തത്തോടോ ഇല്ല, നിൻ്റെ യുദ്ധം അന്ധകാരത്തോടാണ്, സാത്താനോടാണ്. അപ്പം നിൻ്റെ ഭർത്താവ് പെട്ടെന്ന് വന്നിട്ട് നിന്നെ ചീത്ത പിടിച്ച്, ഞാൻ എന്ത് ചെയ്ത്? ഞാൻ ഇന്ന് മൊത്തം ജോലി ചെയ്തതല്ലേ, ഇങ്ങേക്ക് ഭക്ഷണം ഉണ്ടാക്കിയതല്ലേ, ഇങ്ങേരാണെങ്കിൽ ഒരു ഉത്തരവാദിത്വമില്ല, എപ്പോഴും മദ്യപിച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ടത്, ഞാൻ ഇനി വിട്ടുപോവുകയാണ്,
ഇങ്ങനെ എനിക്ക് ആവശ്യമില്ല, ഇങ്ങനെ പിന്നെ കുറേ പേർക്ക് വേറെ അസുഖം. ഭർത്താവിൻ്റെ മൊബൈലെടുത്ത് അങ്ങോട്ട് നോക്കും, വേറെ വാട്സപ്പിൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ പടമോ മെസ്സേജോ, അപ്പം പ്രശ്നം ഉണ്ടാക്കി ഡൈവേഴ്സ് ആവും, അല്ലെങ്കിൽ പുറത്തു പോവും, അല്ലെങ്കിൽ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് എപ്പോഴോ ചെയ്ത ഏതെങ്കിലും കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ പിറുവിറുപ്പും വഴക്കുമായി. ഇതൊന്നും അങ്ങേരില്ല ചെയ്യുന്നത്. നിന്നോട് അപമാനം വാക്കുകൾ നിൻ്റെ ഭാര്യ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവളില്ല ചെയ്യുന്നത്. ഇതെല്ലാം സാത്താൻ നിനക്കൊരു പരീക്ഷ വെച്ചിരിക്കുക, ചതിക്കുഴിയത്. അതിൽ നീ ചാടാതിരിക്കുക. നമ്മൾ എങ്ങനെയാണ് ചാടുന്ന വെച്ചാൽ, ഭാര്യ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഒരു വാക്ക് നിനക്ക് ഇഷ്ടമില്ലാത്ത ബഹുമാനമില്ലാത്ത വാക്ക് പറയുമ്പോൾ നീ 10 എണ്ണം ചീത്തയും വിളിച്ച് ഒരു അടിയും കൊടുത്തില്ല, ചീത്ത വിളിച്ച് അവിടെ ഇരിക്കണ സാധനം പൊട്ടിച്ച് കഴിഞ്ഞാൽ നീ കുഴി വീണ് കഴിഞ്ഞ്. സാത്താൻ അത്രേ ആവശ്യമില്ലല്ലോ. എൻ്റെ രാജ്യത്തിലേക്ക് ഒരാൾ കൂടി ചേർന്ന്, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായാ? മിണ്ടരുത്, മിണ്ടിയേക്കരുത്. നന്ദി പറഞ്ഞാൽ അപ്പോൾ മനസ്സിൽ കൊന്ത ചൊല്ലിക്കോളണം, ഒരു 10 മണി ചൊല്ലിക്കോ. പറ്റുമെങ്കിൽ വഴക്ക് അങ്ങോട്ട് മൂത്തിരിക്കുകയാണെങ്കിൽ ആ തപ്പിയെടുത്ത് ബൈബിളെടുത്ത് ഇങ്ങനെ കൈവച്ചേക്കണം, അയ്യോ ഈശോയെന്ന്. ശാന്തശീലനായ നീ പറഞ്ഞാൽ എന്നെ ശക്തിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് 1 കൊരിന്ത്യർ 6:7 സെൻറ്റ് പോൾ പറയുന്നത് എന്താ കാര്യമെന്ന് വെച്ചാൽ, നമുക്കെല്ലാം കുറേ കേസും വക്കാലത്തും വഴക്കും അയൽക്കാരായിട്ട് വഴക്ക്, ഇതെല്ലാത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശാന്തശീലരില്ലാത്തതുകൊണ്ടാണ്. അതിൽ സെൻറ്റ് പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് എന്നോട് ആരെങ്കിലും തെറ്റ് ചെയ്യാതിരിക്കണം? തെറ്റ് ചെയ്തോട്ടെ, എന്നെ ആരെങ്കിലുമൊക്കെ ചതിക്കട്ടെ എന്നാണ് അങ്ങേര് പറയണത്. പ്രൈസ് ദി ലോർഡ്. എന്നാലേ ആരെങ്കിലുമൊക്കെ എന്നെ ചതിക്കണം, ആരെങ്കിലുമൊക്കെ എന്നോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് ശാന്തശീലത അവരോട് ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതെ എല്ലാം ഞാനാണ് രാജാവായിട്ട്, ഞാൻ തന്നെയാണ് ദൈവം, എല്ലാവരും എന്നെ ഭയപ്പെടണം, എല്ലാവരും എന്നോട് ന്യായമായിട്ട് തന്നെ പെരുമാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എളിമപ്പെടില്ല. എളിമപ്പെടാൻ വേണ്ടി ആരെങ്കിലൊക്കെ നമ്മളോടൊക്കെ തെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉയർന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിക്കണം. ഈ ആഴ്ച ഒരാൾ എന്നെ ചതിച്ചില്ലല്ലോ, ഒരാൾ എന്നെ ഒന്ന് കുറ്റം പറഞ്ഞില്ലല്ലോ, ഇല്ലാത്ത കാര്യം എന്നെക്കുറിച്ച് ആരും പറഞ്ഞില്ലല്ലോ. 1 കൊരിന്ത്യർ 6:7 അതാ പറയുന്നത്. ഈ വിശുദ്ധിയും വിശുദ്ധനായിട്ട് മാറും കേട്ടാ. പ്രൈസ് ദി ലോർഡ്. ദൈവം അങ്ങോട്ട് സന്തോഷിക്കുക, അയ്യോ എൻ്റെ മക്കളല്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. നമുക്ക് ആരും എന്നോട് വണ്ടി ഓടിച്ചു പോയാൽ എവിടെയും ലെഫ്റ്റിൽ കൂടി ഓവർടേക്ക് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഇച്ചിരി സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും പണ്ടും എപ്പോഴും എൻ്റെ ബോധനുള്ള പ്രശ്നം, അവൻ എന്നെ വിളിച്ചിട്ട് ബാക്കിൽ കൂടി വണ്ടി വന്ന് അടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു ചാൻസാടാ ക്ഷമിക്കാൻ. അവരോട് പറയാം, നോക്കി ഓടിക്കണം കേട്ടോ ചേട്ടാ, എനിക്ക് എൻ്റെ വണ്ടിയിൽ ഇടിച്ചൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുമെന്ന് ഒരു വാക്ക് പറയാം. എൻ്റെ ഈശോ നിന്നെ സ്നേഹിക്കാമെന്ന് അതിൻ്റെ കൂടെ ഒരു വാക്കുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം അറിയിച്ച് നീ. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കാനൊരു ചാൻസ് കിട്ടി, ശാന്തശീലരാകാനൊരു ചാൻസ് കിട്ടി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നീ ലോകത്ത് ജയിക്കും. നിന്നോട് ചീത്ത വിളിക്കുന്നവൻ ഏത് രാജ്യത്തിലിരുന്നാണ് ചീത്ത വിളിക്കുന്നത് നിന്നെ? അവൻ സാത്താൻ്റെ രാജ്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പുറത്തെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് നിന്നെ ചീത്ത വിളിക്കുമ്പോൾ നീ അതിനെ അവകാശമാക്കുന്നത് എങ്ങനെയാണ്? ആ ഭൂമിയെ അവകാശമാക്കുന്നത് നിന്നെ ദൈവം അനുഗ്രഹിക്കും. എൻ്റെ തെറ്റാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ്റെ മനസ്സ് മാറും. ഭർത്താവ് ചിലപ്പോൾ സാത്താൻ്റെ രാജ്യത്തിലും ഭാര്യ പ്രാർത്ഥനയിൽ ദൈവരാജ്യത്തിലും ആണെങ്കിൽ ഭർത്താവിനെ വീണ്ടെടുക്കാൻ നീ ക്ഷമിക്കുക, ശാന്തശീലരാകുക, മിണ്ടരുത്. ഹല്ലേലൂയ. കുറ്റം പറയരുത്, വിധിക്കരുത്. നിന്നെ ചിലപ്പോൾ അപമാനിക്കുമായിരിക്കും, നിനക്ക് നഷ്ടങ്ങൾ ഏർപ്പെടും. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിൽ വേദന ഉണ്ടാകണം ശാന്തശീലരാകുമ്പോൾ. കാര്യം എന്താണെന്നാ, സാത്താൻ ഈ ലോകത്തേക്ക് പാപം കൊണ്ടുവന്നത് ശരീരം വഴിയാണ്. പാപം കൊണ്ടുവന്നത് ശരീരം വഴിയാണ്. ഈ പാപം വന്നത് പഴം കഴിച്ചപ്പോഴാണ് പാപം ഈ ലോകത്തേക്ക് വന്നത്. പാപത്തിൻ്റെ പരിഹാരം അതുകൊണ്ട് തന്നെ ഈശോ കുരിശിൽ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ശരീരം കൊണ്ടാണ് പരിഹാരം ചെയ്തത്. നമ്മളും ഇങ്ങനെ ദൈവരാജ്യത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ശരീരത്തിൽ വേദന എടുക്കുമ്പോൾ അവിടെ പാപത്തിന് പരിഹാരമാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് കുറേ വേദന നമുക്കുണ്ടാകും, അപമാനങ്ങളുണ്ടാകും, അതെല്ലാം വേദനയാണ്. അതാണ് കുരിശ്. കുരിശാണ് നിൻ്റെ ആയുധം.
സാത്താനായിട്ട് യുദ്ധം ചെയ്യാനുള്ള ആയുധം കുരിശാണ്. നിൻ്റെ കയ്യിൽ കുരിശുണ്ടാകണം. വടിയെടുക്കരുത്. കുരിശ് നിൻ്റെ ശരീരത്തിൻ്റെയാണ്. വടിയും നിൻ്റെ നാവും ഈ ലോകത്തിൻ്റെ ആയുധമാണ്. അത് എടുക്കരുത്. സ്വർഗത്തിൻ്റെ ആയുധം കുരിശാണ്. അപ്പോൾ ശരീരത്തിലുള്ള പാപം ശരീരത്തിൽ തന്നെ നീ ഏറ്റെടുത്ത് തന്നെ ആ പരിഹാരം ചെയ്യേണ്ടത്. ഈശോ അങ്ങനെയാണ് ചെയ്തത്. നിൻ്റെ ശരീരത്തിൻ്റെ സുഖവും നിൻ്റെ സൽപ്പേര് ഒന്നും നീ കാണണ്ട, അതെല്ലാം വിട്ടുകൊടുക്കണം. ശാന്തശീലർ. അപ്പം നീ ഈ ലോകത്തെ അവകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ ഒന്നുകൂടി പറഞ്ഞിട്ടുള്ളത്, ഒന്നുകൂടി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ മത്തായി 5:23. ഇതിലെന്താ കാര്യമെന്ന് വെച്ചാൽ ശാന്തശീലരാകുമ്പോഴും നമ്മൾ എല്ലാവരോടും ക്ഷമിക്കുമ്പോഴും നമ്മളോട് വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കും കുറച്ച് പേര്. അപ്പോൾ ഈശോ പറഞ്ഞ്, നീ അവരോട് പോയിട്ട് ബലിക്ക് വരുമ്പോൾ ബലിവസ്തു അൽത്താരയിൽ തന്നെ വെച്ചുകൊണ്ട് നീ എവിടെയാണ് പോകേണ്ടത്? നിന്നോട് വിഷമമുള്ളവരെ പോയി നീ അവരോട് രമ്യപ്പെടുക എന്ന്. അവർക്ക് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളോട് സങ്കടവും വെറുപ്പും കോപവും? അതെന്തുകൊണ്ടാണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. അവരോട് പോയാൽ അവർ സംസാരിക്കില്ല, പോകാതിരിക്കും, ഇങ്ങോട്ട് കയറിപ്പോകരുതെന്നൊക്കെ പറയും. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായ, അവർ ഈ വെറുപ്പ് വെച്ചിരിക്കണതിൻ്റെ ഉത്തരവാദിത്വം അതാണ് അനുതാപം. നിങ്ങൾ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അവർ എന്നോട് വെറുപ്പ് വെച്ചിരിക്കണതിൻ്റെ കാരണം എൻ്റെ പാവമാണ് ഈശോയെ, എൻ്റെ തെറ്റാണ് അവരുടെ മനസ്സിൽ വിഷമം വന്നതിൻ്റെ കാരണം. ഞാൻ അനുദപിക്കുക, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അത് ക്ലിയറായി പോയിക്കോളും. പ്രൈസ് ദി ലോർഡ്. പിന്നെ നിങ്ങൾക്ക് ആ പാപം നിൽക്കില്ല. ഈശോ പറഞ്ഞത് രമ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആ തെറ്റും നിൻ്റെ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്ത് അതിന് അനുദപിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഈ ആകെ പേടിച്ചും വിറച്ചും ഒന്നുമില്ലാതെ ഒരു അടിമയെ പോലെയാണ് ജീവിക്കേണ്ടത്. ഇല്ല. അത് പുറപ്പാട് 14:14 ഈശോ പറഞ്ഞത്, നീ ശാന്തമായിരി, നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം യുദ്ധം ചെയ്യുന്നു വെച്ചാൽ നിന്നെ ദ്രോഹിച്ച് നിന്നെ പറ്റിച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നീ ദൈവം യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു മിഷൻ ഗണ്ണെടുത്ത് അവരെ വെടിവെച്ച് കൊല്ലാനില്ല ദൈവം ചെയ്യാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്ത് ചെയ്യും? ആര് നിന്നെ ദ്രോഹിച്ചോ അവരുടെ മുമ്പിൽ നിന്നെ അവരെക്കാൾ 100 ഇരട്ടി ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 100 ഇരട്ടി നിന്നെ അങ്ങോട്ട് ഉയർത്തും അവരുടെ മുമ്പിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇതെൻ്റെ അനുഭവമാണ്, ഞാൻ വെറുതെ ഇല്ല പറയണത്. ഞാൻ ഒരു കാര്യവും അനുഭവം മാത്രമേ, ഇവിടെ ഉടമ്പടിയിൽ കുറേ സാക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്. ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറയണം. ഞാൻ കച്ചവടം തുടങ്ങിയ കാലം, ബിസിനസ് തുടങ്ങിയ കാലമാണ്. ബിസിനസ് തുടങ്ങി വലിയ ബുദ്ധിമുട്ടിച്ച് എനിക്ക് കുറച്ച് ഹിന്ദി അറിയണമുണ്ട്. ഒരു വലിയ സിവിൽ സപ്ലൈസിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ പയർ അരിയൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസയുടെ കുറവുണ്ട്. അപ്പോൾ ഒരാൾ കാശ് ഇടാം എന്ന് പറഞ്ഞ് പൈസ ഇടാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ബോംബെ പോയി ഒരു വലിയൊരു മുതലാളിയെ വിളിച്ചുകൊണ്ട് വന്ന് അയാളെ ഈ സിവിൽ സപ്ലൈസിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ടെൻഡർ അടിപ്പിച്ച് അവരെനിക്ക് സാധനം തരും, അവർ ടെൻഡറിന് സാധനം തരും. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കാശില്ലാതെ തന്നെ എനിക്ക് കമ്മീഷൻ കിട്ടും, കുറേ വരുമാനം. അപ്പോൾ അവർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് സിവിൽ സപ്ലൈസിൽ കൊണ്ടുപോയി അവിടുത്തെ MD എല്ലാം കാണിച്ച് ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്കും എൻ്റെ തന്നെ കൂടെ ബിസിനസ് ചെയ്യണവരാണ്, അവർ വലിയ രീതിയിൽ കച്ചവടം ചെയ്യുന്നവരാണ്. ഞങ്ങൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഗേറ്റായി ഞാൻ വന്നിരിക്കുക, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇവർ 2 പേരും മദ്യപിച്ചിട്ടുണ്ട്. എന്നെ അവിടെ അവരുടെ മുമ്പിൽ വെച്ച് അവിടെ വന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ ചതിയിൽ പെട്ടിരിക്കുകയാണ്, ഇവൻ്റെ കയ്യിലൊരു സ്വന്തം വീട് പോലുമില്ല, ഇവനൊക്കെ നിങ്ങൾ വിശ്വസിച്ച് അയാളെ കച്ചവടം ചെയ്യണം. അഡ്രസ്സ് നോക്കുക, ആദ്യം വീട്ടിൽ പോയി നോക്കുക, ഇവരുടെയൊക്കെ ഇങ്ങനെ ആരെങ്കിലും വിളിച്ചെന്ന് പറഞ്ഞ് വരല്ലേ എന്നൊക്കെ പറഞ്ഞ്. എനിക്കാണെങ്കിൽ സങ്കടം. ഞാൻ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അവർ 2 പേരും മദ്യത്തിലാണ്, ചിലപ്പോൾ കൈവയ്ക്കും. എനിക്ക് ഈശോനെ അറിയാമെന്ന്, മാതാവിനെ അറിയാം. എനിക്ക് വലിയ വിഷമമായി. അവർ തിരിച്ച് വണ്ടി വന്ന് അവർ തിരിച്ചു പോയിട്ട് തിരിച്ചെന്നെ വിളിച്ചില്ല. അവരത് വിശ്വസിച്ച്. പ്രൈസ് ദി ലോർഡ്. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി. എനിക്ക് അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കച്ചവടമുണ്ട്, ഞാൻ ചെറുതായിട്ട് തുടങ്ങിയതാണ്. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ ഈശോ കണ്ട് ഞാൻ മിണ്ടാതെ ഇരുന്ന്
ഞാൻ അന്ന് മിണ്ടിയച്ചെങ്കിൽ അടിച്ചേച്ചെങ്കിൽ ഇല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചുകൊണ്ടൊന്ന് ചോദ്യം ചോദിച്ചെങ്കിൽ ഈശോ ഇടപെടില്ലായിരുന്നു. ഞാൻ മിണ്ടാതിരുന്നത് ഈശോ എൻ്റെ ഹൃദയം കണ്ടായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം 100 ഇരട്ടിയില്ല 1000 ഇരട്ടി എന്നെ അങ്ങോട്ട് ഉയർത്തി കച്ചവടത്തിന്. പ്രൈസ് ദി ലോർഡ്. അവരതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അവരെൻ്റെ അടുത്ത് വന്ന് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഞാൻ സഹായിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇന്നും എന്നായിട്ട് നല്ല ബന്ധമാണ്. പക്ഷേ എനിക്ക് 100 ലോഡുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ 10 ലോഡേ ഉള്ളൂ. അന്നും അവരുടെ കയ്യിൽ 10 ലോഡേ ഉള്ളൂ. ദൈവം അത് 9 ആക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവരെ ശിക്ഷിച്ചിട്ടൊന്നുമില്ല. അവർ 10 ലോഡ് ചെയ്തെങ്കിൽ 10 ലോഡേ ഉള്ളൂ. പക്ഷേ എനിക്ക് 1 ലോഡ് ഉണ്ടായിരുന്ന എന്നെ 100 ലോഡിലേക്ക് ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ. അപ്പോൾ ഇത് ഭൂമിയെ അവകാശമാക്കാൻ ശാന്തശീലത നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് ദൈവസ്നേഹമായിട്ട് മാറും. സാത്താൻ്റെ രാജ്യത്തിരുന്ന് ദൈവരാജ്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അനുദപിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അമ്മ മാതാവേ, ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി അമ്മ. ശാന്തശീലത ഞങ്ങൾക്ക് തരണേ അമ്മ. ഞങ്ങളുടെ നാവ് നിൻ്റെ നിയന്ത്രണത്തിൽ എടുക്കണേ അമ്മ. ഞങ്ങളുടെ ഹൃദയത്തിൽ അനുതാപത്തെ തരണേ അമ്മ. നന്ദിയുണ്ട് അമ്മ. കൂടാനുകൂടി നന്ദി. പ്രൈസ് ദി ലോർഡ്.